ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇവിടെ വായിച്ചു നോക്കാൻ പോകുന്നത് ദ റേസ് എന്ന് പറയുന്ന ദ റേസ് എന്നുള്ള പാഠത്തിലെ തരുൺ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, തരുൺ ഓട്ട മത്സരത്തിൽ പുറകിലായിട്ട് കൂടി സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ കുട്ടി. ആ കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് വായിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ ചാനലിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു തയ്യാറാക്കുമോ ചോദിച്ചിട്ട്. പക്ഷെ അത് ആരാണ് തയ്യാറാക്കേണ്ട സന്ദർഭം മെൻഷൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളൊരു കുട്ടി ന്യൂസ് പേപ്പർ വായിച്ച് തരുണിനെ പറ്റി അറിഞ്ഞിട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തരുണിനെ പറ്റിയുള്ള ന്യൂസ് വായിച്ചറിഞ്ഞിട്ട് തരുണിനെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതുന്ന കത്തായിട്ടാണ് ഞാനിതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കത്ത്, നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻറ്റ് കത്ത് എഴുതുമ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? അഡ്രസ്സ് ചെയ്തു അല്ലേ? നമ്മൾ ആദ്യം അഡ്രസ്സ് കൊടുക്കുക. അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ലെറ്ററിൻ്റെ ആദ്യം നിങ്ങളുടെ അഡ്രസ്സ്, പിന്നെ ഇന്നത്തെ ഡേറ്റ് ചെയ്യുക. ഈ റൈറ്റ് യുവർ അഡ്രസ്സ് എന്നുള്ളിടത്ത് നിങ്ങളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ റൈറ്റ് യുവർ അഡ്രസ്സ് എന്നുള്ളിടത്ത് നിങ്ങളുടെ അഡ്രസ്സ് ചെയ്താൽ ഡേറ്റ് എന്നുള്ളിടത്ത് ഇന്നത്തെ ഡേറ്റ് ചെയ്താൽ. ഡിയർ തരുൺ, ഇപ്പോൾ സല്യൂട്ടേഷൻ കൊടുക്കണം അല്ലേ? ഐ ഹാപ്പൻ ടു ഗോ ത്രൂ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. അപ്പം ഞാൻ പത്രം വായിക്കാനിടയായി അല്ലേ? പത്രത്തിലെ തലക്കെട്ടിലൂടെ പോയപ്പോഴാണ് നിന്നെ പറ്റി അറിഞ്ഞതെന്നുള്ളതാണ് സാരാംശം. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കാനിടയായി. കൺഗ്രാറ്റുലേഷൻസ്, ഐ ആം റിയലി ഇൻസ്പയർഡ് ബൈ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. എൻ്റെ ഹാർഡ് വർക്കിലും ഡിറ്റർമിനേഷനിലും ഞാൻ എനിക്ക് നല്ല പ്രചോദനമായതാണ്. യു ആർ ദ റിയൽ ഹീറോ, നീയാണ് യഥാർത്ഥ ഹീറോ. യു വൺ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? ജയിച്ചു. ദ ഹാർട്ട്സ് ഓഫ് തൗസൻഡ്സ് അറ്റ് നെഹ്റു സ്റ്റേഡിയം. നെഹ്റു സ്റ്റേഡിയത്തിലെ ഓട്ട മത്സരത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയമാണ് നീ കീഴടക്കിയത്. യു ഡിസർവ് എവറിത്തിങ്, നിനക്ക് എല്ലാം കിട്ടാനുള്ള അർഹതയുണ്ട്. ഡിസർവ്. ഓൾ ദ ബെസ്റ്റ്, അപ്പം നന്മകൾ നേരുന്നു എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിന് ഓൾ ദ ബെസ്റ്റ്. റിഗാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആദരവോടെ. നിങ്ങളുടെ സിഗ്നേച്ചറാണ് ഇവിടെ ഇടേണ്ടത്, നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. മനസ്സിലായോ? അപ്പം നിങ്ങൾ എഴുതുന്ന കത്തായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, സിമ്പിളല്ലേ? നിങ്ങൾക്ക് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഇതുപോലെ മനസ്സിലായാൽ കണ്ടന്റ് നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സ്വയം എഴുതി ശീലിക്കുക. ഓക്കെ.